അവസാനം മരണപ്പെട്ടത് നരകത്തെ ഭയന്ന് കരഞ്ഞ് കരഞ്ഞ് അസുഖമുണ്ടായി. അങ്ങനെയാണ് മരണപ്പെട്ടത്. പേടിയായിരുന്നു നരകത്തെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നരകത്തെ അല്ലാഹു പടച്ചിട്ട് ആ നരകത്തിനോടൊന്ന് അട്ടഹസിക്കാൻ പറഞ്ഞുവത്രേ. അട്ടഹാസം നടന്നപ്പോൾ വാനലോകത്തുള്ള മാലാഖമാര് മുഴുവനും മുഖം കുത്തി വീണുപോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് പറഞ്ഞു, മനുഷ്യരിൽ നിന്ന് ധിക്കാരികൾക്ക് ഞാൻ പടച്ചിരിക്കുന്ന നരകമാണ്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ആ സമയത്ത് മലക്കുകൾ പറഞ്ഞത് ആരാണെന്ന്, ആരാണതിന്റെ അകത്ത് കിടക്കുന്നതെന്ന് വ്യക്തമായി അറിയുന്നത് വരെ ആ ഭയം ഞങ്ങളുടെ കൽബിൽ നിന്ന് മാറൂല. പടച്ചവരെ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറൂല. അള്ളാഹുവിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾക്ക് പോലും ഭയമാണ്, ആ മലക്കുകൾക്ക് പോലും പേടിയാണ് നരകമെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അമരവളയിലെ സഹോദരങ്ങളെ, പരിശ്രമിച്ചു തുടങ്ങുക. എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്? ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൽബിലേക്ക് നരകത്തിന്റെ ഭയത്തെ ഊരിയെടുത്തു കൊണ്ടുപോകുന്നത് പിശാചാണ്. ആദ്യം തടയേണ്ടത് ആ പിശാചിനെയാണ്. അവൻ കടന്നു വരുന്ന കവാടങ്ങളെ മുഴുവനും വീടിന്റെ 4 ഭാഗത്ത് കൊട്ടിയടയ്ക്കുക. എന്റെ മക്കളെ പിശാച് തൊടൂല, എന്റെ ഭർത്താവിനെ പിശാച് തൊടൂല, എന്നെ പിശാച് തൊടൂല, എന്റെ വീട്ടിന്റെ അകത്ത് പിശാച് വരൂല. അങ്ങനെ ഒരു കണിശമായ താക്കോല് പൂട്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരു സ്വാലിഹാകാരന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ ജന്നത ഇന്നന്നാറ ലാ യനാമു ഹാരിബുഹാ. ആ നരകത്തെ പേടിക്കുന്നവന് ഉറങ്ങാൻ കഴിയൂല. ഇന്ന ജന്നത ലാ യനാമു ത്വലിബുഹാ. ആ സ്വർഗം ആഗ്രഹിക്കുന്നവന് ഉറങ്ങാൻ പറ്റൂല. ഏതാണെങ്കിലും ഉറക്കമില്ല. നരകത്തെ പേടിക്കുന്നവൻ ഉറക്കമില്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ ഉറക്കമില്ല. വിവാഹം നാളെ നടക്കാൻ പോകുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സഹധർമ്മിണിയായി ലഭിക്കുമ്പോ ആ പെണ്ണുമാര് സമ്പർക്കത്തിലും സമ്പാദത്തിലും ഏർപ്പെടുന്ന ഒരു രാത്രി വരുമ്പോ തലേ ദിവസം അവന് ഉറങ്ങാൻ കഴിയുന്നില്ല. ആ പെണ്ണ് അകലത്തെ കുഞ്ഞു വീടിന്റെ അകത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. നാളത്തെ ഓർമ്മകളെ മനസ്സിന്റെ അകത്ത് ഘോഷയാത്ര പോലെ കടന്നു വരുമ്പോ ആ പെണ്ണിന്റെ മനസ്സിന് ഉറക്കം വരാത്തതുപോലെ അല്ലാഹുവേ, ഞാൻ നിസ്കരിച്ചു നോമ്പ് പിടിച്ചു ഖുർആനോതി എന്റെ രാത്രി മരിച്ചു പോയാ എന്റെ ഖബറിന്റെ അകത്ത് സ്വർഗമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് സ്വാലിഹീങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. ധിക്കാരികളെ, നരകഭയത്തിന്റെ ഭയാനകരമായ ചിന്ത കൊണ്ട് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതൊരു മോമിനിന്റെ അടയാളമാണ്, വിശ്വാസിയുടെ അടയാളമാണ്. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ കരയുന്നത് വിശ്വാസിയാ, നരകത്തെ കുറിച്ച് പറയുമ്പോഴും കരയുന്നത് വിശ്വാസിയാ. അല്ലാഹുവേ, പടച്ചവരെ, നരകത്തിന്റെ ഭയാനകരമായ ചൂടിനെ കുറിച്ച് പറയുമ്പോ പേടിയുണ്ട് സഹോദരങ്ങളെ. ഈ ദുനിയാവിന്റെ തീയുടെ ചൂടിനെ കുറിച്ചല്ലേ നമുക്കറിയുള്ളൂ. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരം ജില്ലയുടെ പള്ളിപ്പുറം എന്ന് പറയുന്ന പാച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിച്ച വീട്ടുകര പള്ളി എന്ന് പറയുന്ന മനോഹരമായ ഒരു മഹലുണ്ട്. ആ മഹലിന്റെ തൊട്ടുമുമ്പിൽ ചായക്കട നടത്തുന്ന വെഞ്ഞാറമുടൻ എന്നറിയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പയുണ്ട്. ഒരു ദിവസം രാവിലെ കല്യാണത്തിന് പോകാൻ വേണ്ടി കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി കടയടച്ചിട്ടും നടന്ന് ആ പള്ളിപ്പുറം ഹൈവേയിലേക്ക് കടന്നു വരുമ്പോ ചീറി പാഞ്ഞു വന്ന ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ച് 3 പ്രാവശ്യം കറങ്ങി മറിഞ്ഞ് തിരിഞ്ഞ് ആ വാഹനത്തിന്റെ മുമ്പ് വന്ന് വീണിട്ട് സുബ്ഹാനല്ലാഹ്, ശരീരത്തിന്റെ ഒരു ഭാഗം ചിതറിപ്പോയി. ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത്, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരം കാണാ. മരണത്തോടടുക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിന്റെ 6ാം വാർഡിനകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ആ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പൊന്നുമോന്റെ കൂട്ടുകാരനാ. പണ്ടുകാലത്തൊക്കെ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്നിട്ടുണ്ട്. ആ സഹോദരന്റെ ഉപ്പയോടുള്ള ബന്ധം കൊണ്ടൊന്ന് കാണാൻ വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 6ാം വാർഡിലൊന്ന് കടന്നു ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പയുടെ ശരീരത്തിന്റെ സർവ്വഭാഗങ്ങളും പൊട്ടി ഒഴുകുകയാണ്. ബ്ലഡ് ഇങ്ങനെ വരികയാ. ഡോക്ടർമാര് പലരും ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഉപ്പയെ കണ്ടപ്പോ സഹിക്കാൻ കഴിയുന്നില്ല. ആ ഉപ്പയുടെ ഭാഗത്തിൽ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് ഓടി മന്ത്രിച്ചു കൊടുത്തിട്ട് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോ അല്ലാഹുവേ, ആ വാതിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ഥലത്ത് ഇടത് ഭാഗത്ത് ഒരു രോഗിയെ കിടത്തിയിട്ടുണ്ട്. ഒരു സാരി
കൊണ്ട് കെട്ടിമറച്ചിരിക്കുകയാണ്. ആ സാരി കൊണ്ട് കെട്ടിമറച്ചിരിക്കുന്നതിന്റെ ഇടയിലൂടെ അകത്ത് കിടക്കുന്ന രോഗിയെ ഞാനൊന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പ്രിയപ്പെട്ട പൊന്നുപോലെ കിടത്തിയിരിക്കുകയാ. കഴുത്തിന്റെ താഴ്ഭാഗം മുതൽ പൊക്കിളിന്റെ ഭാഗം വരെ വെന്തുരുകിപ്പോയ ഒരു പൊന്നുപോലെ കിടത്തിയിരിക്കുകയാ. അവിടെ ഇരിക്കുന്ന അമ്മയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോനെന്ത് പറ്റിയതാ? ആ അമ്മ പറയുന്നു, ചായ ചെരിഞ്ഞതാ. സുബ്ഹാനല്ലാഹ്, അമരവളയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു പാത്രത്തിൽ ചായ, ബിരിയാവിന്റെ ചായ, ബിരിയാവിന്റെ തീ കൊണ്ട് തിളപ്പിച്ച വെള്ളമാ, തിളപ്പിച്ച പാലും തേയിലയും പഞ്ചസാരയുമാ. അതൊന്ന് ചെരിഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ നെഞ്ചത്ത് വീണപ്പോ അല്ലാഹുവേ, ആർക്കും നോക്കാൻ പറ്റാത്ത വിധത്തിൽ ആ ശരീരത്തിന്റെ തൊടിയങ്ങോട്ടിരിഞ്ഞ് ചത പുറത്തു വന്ന് വെന്ത് നീറി ആ സഹോദരൻ വേദന കൊണ്ട് തുളയുമ്പോ അല്ലാഹുവേ, നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണേ ഉണ്ട്. പടച്ചവനെ, അല്ലാഹുവേ, നിന്റെ ഭയാനകരമായ നരകത്തെ തൊട്ട് പടച്ചവനെ ഇവിടെ വന്നിരിക്കുന്ന പാവപ്പെട്ട ഞങ്ങളെ കാക്കണയല്ല. ഇബാദത്ത് കുറവാണ്, അമല് കുറവാണ്. നിന്റെ ഉന്നതമായ സ്വർഗത്തിന്റെ സോപാനം